ഭക്തന്റെ മുന്നിൽ മഹാദേവൻ കൽപ്പവൃക്ഷമായി രൂപമെടുത്തു. ആ ഭക്തൻ ആഗ്രഹിച്ചതെല്ലാം ഒന്നൊന്നായി അനുഗ്രഹമായി മഹാദേവൻ നൽകി. എന്നാൽ ആ അനുഗ്രഹം തന്നെയാണ് ആ ഭക്തന്റെ ജീവിതത്തെ ഭയാനകമായ ഒരു സത്യത്തിലേക്ക് നയിച്ചത്. പണ്ട് ഭക്തിയും തപസ്സും കൈമുതലായുള്ള ഒരു മഹാദേവ ഭക്തൻ വിജനമായ ഒരു പാതയിലൂടെ നടക്കുകയായിരുന്നു. ഭൂമി ചുട്ടു പഴുത്തിരിക്കുന്നു. ദാഹം കൊണ്ട് തൊണ്ട വറ്റി വരണ്ട അദ്ദേഹം ജലത്തിനായി ചുറ്റും നോക്കി. പക്ഷേ ദൂരെയെങ്ങും ഒരു കിണറോ കുളമോ കാണാനില്ലായിരുന്നു. തളർന്നുപോയ ഭക്തന്റെ മനസ്സിൽ അപ്പോൾ ഒരു പരിഭവം തോന്നി. മഹാദേവ, ഈ ലോകം ഇത്ര പ്രയാസമേറിയതാക്കിയത് എന്തിനാണ്? നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ തന്നെ മുന്നിലെത്തുന്ന ഒരു ലോകമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അലച്ചിലും കഷ്ടപ്പാടും ഇല്ലാതെ എല്ലാം വിചാരിക്കുമ്പോഴേ കിട്ടിയിരുന്നെങ്കിൽ ജീവിതം എത്ര സുഖകരമായേനെ. ഭക്തന്റെ നിഷ്കളങ്കമായ വിഷമം കേട്ടപ്പോൾ കരുണാമയനായ മഹാദേവന് അദ്ദേഹത്തോട് വാത്സല്യം തോന്നി. ജീവിതത്തിലെ വലിയൊരു സത്യം തന്റെ പ്രിയപ്പെട്ട ഭക്തന് അനുഭവത്തിലൂടെ മനസ്സിലാക്കി കൊടുക്കാനായി മഹാദേവൻ ആ വഴിയോരത്ത് അതിമനോഹരമായ ഒരു കൽപ്പവൃക്ഷത്തിന്റെ രൂപമെടുത്തു. തളർന്നു വീഴാറായ ഭക്തൻ ദൂരെ ആ പടർന്നു പന്തലിച്ച ആ മരം കണ്ടു. അതിന്റെ തണലിലേക്ക് അദ്ദേഹം ഓടിയെത്തി. ആ മരച്ചുവട്ടിൽ ഇരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പകുതി ക്ഷീണം മാറി. അദ്ദേഹം മനസ്സിൽ കരുതി, ഈ തണൽ എത്രയോ കുളിർമയുള്ളതാണ്. ഇവിടെ അല്പം തണുത്ത ജലം കൂടി കിട്ടിയിരുന്നെങ്കിൽ. പെട്ടെന്നൊരു പ്രകാശം അവിടെ മിന്നി മറഞ്ഞു. നോക്കുമ്പോൾ മുന്നിൽ സ്വർണ്ണ പാത്രങ്ങളിൽ തണുത്ത പാനീയങ്ങളും തെളിനീരും. അത്ഭുതം കൊണ്ട് കണ്ണു തള്ളിയെങ്കിലും ദാഹം സഹിക്കാനാവാതെ അദ്ദേഹം അത് ആവോളം കുടിച്ചു. വിശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് വിശപ്പിന്റെ വിളി വന്നു. ഇത്രയും ജലം കിട്ടിയ സ്ഥിതിക്ക് നല്ലൊരു സദ്യ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് വിചാരിച്ചതേയുള്ളൂ. മുന്നിൽ വാഴയില വിരിച്ച് നിരവധി രുചിയുള്ള ഭക്ഷണങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ ഭക്തൻ ആവോളം ഭക്ഷിച്ച് തൃപ്തനായി. വയറു നിറഞ്ഞപ്പോൾ ഉറക്കം വന്നു. കല്ലും മണ്ണും നിറഞ്ഞ നിലത്ത് കിടക്കാൻ അദ്ദേഹത്തിന് മടി തോന്നി. നല്ലൊരു പട്ടുമെത്തയുള്ള കട്ടിലായിരുന്നുവെങ്കിൽ രാജാവിനെ പോലെ ഉറങ്ങാമായിരുന്നു എന്ന് കരുതിയതും രത്നങ്ങൾ പതിച്ച ഒരു സ്വർണ്ണ കട്ടിലും മൃദുവായ കിടക്കയും അവിടെ ഉയർന്നു വന്നു. സുഖലോലുപതിയിൽ മുഴുകിയപ്പോൾ ഭക്തന്റെ ഉള്ളിൽ ഭയം മുളപൊട്ടി. അദ്ദേഹം ചിന്തിച്ചു, ഇതെന്തൊരു മായയാണ്. വിജനമായ ഈ കാട്ടിൽ ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എങ്ങനെ വരുന്നു? ഇവിടെ വല്ല ഭൂതങ്ങളോ പ്രേതങ്ങളോ ഉണ്ടാവുമോ? അവരിപ്പോൾ എന്റെ മുന്നിൽ വന്ന് എന്നെ ഉപദ്രവിക്കുമോ? ചിന്തകൾക്ക് ശക്തിയേറുന്ന കൽപ്പവൃക്ഷ ചുവട്ടിൽ ഭയം വിനാശമായി മാറി. ക്ഷണനേരം കൊണ്ട് ഭീകരരൂപികളായ പ്രേതങ്ങൾ അദ്ദേഹത്തെ വളഞ്ഞു. അവർ അദ്ദേഹത്തെ ശ്വാസം മുട്ടിക്കാനും വധിക്കാനും അടുത്തു. മരണം മുന്നിൽ കണ്ട ഭക്തൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലയോ മഹാദേവ, കൈലാസനാഥ, എന്നെ രക്ഷിക്കണേ. ഭക്തന്റെ ആർത്തനാദം കേട്ടതും അദ്ദേഹത്തിന് ലഭിച്ചതും പ്രേതങ്ങളുമെല്ലാം മാഞ്ഞുപോയി. പകരം മന്ദഹാസം തൂക്കി നിൽക്കുന്ന ചന്ദ്രശേഖരനായ മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭയചകിതനായ ഭക്തൻ ഭഗവാന്റെ പാദങ്ങളിൽ വീണു വിതുമ്പി. ഭഗവാൻ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പുത്ര, നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ ചിന്തകൾ ഉടൻ ഫലിക്കുന്ന ഒരു ലോകമായിരുന്നുവെങ്കിൽ നിന്റെ ഭയം നിന്നെ തന്നെ നശിപ്പിക്കുമായിരുന്നു. മനുഷ്യന്റെ മനസ്സ് ചഞ്ചലമാണ്. അതെപ്പോഴും നല്ലത് മാത്രമല്ല, ചീത്തയും ചിന്തിക്കും. വിവേകമില്ലാത്തവന്റെ കയ്യിൽ കിട്ടുന്ന വജ്രായുധം പോലെയാണ് നിയന്ത്രണമില്ലാത്ത ആഗ്രഹങ്ങൾ. ആദ്യം നിന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുക. നിന്റെ ചിന്തകൾ ലോക നന്മയ്ക്കും ആത്മശുദ്ധീകരണത്തിനും വേണ്ടിയുള്ളതാകട്ടെ. എപ്പോൾ നിന്റെ ഉള്ളിൽ ഭയവും സ്വാർത്ഥതയും ഇല്ലാതാകുന്നുവോ അന്ന് നിനക്ക് വേണ്ടതെല്ലാം പ്രകൃതി താനെ നിന്റെ മുൻപിലെത്തിക്കും. അതുവരെ പ്രയത്നവും പ്രാർത്ഥനയുമാണ് നിന്റെ വഴി. ഈ വലിയ സത്യം മനസ്സിലാക്കിയ മഹാദേവ ഭക്തൻ തന്റെ അറിവില്ലായ്മയിൽ മാപ്പ് അപേക്ഷിച്ചു. തുടർന്ന് ഭക്തനെ അനുഗ്രഹിച്ച് മഹാദേവൻ അപ്രത്യക്ഷനായി. അന്നു മുതൽ അദ്ദേഹം ബാഹ്യമായ സുഖങ്ങൾക്ക് പിന്നാലെ പോകാതെ തന്റെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള തപസ്സിൽ മുഴുകുകയും ചെയ്തു. ജയ് ഭോലേനാഥ്.